ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ കായിക കോടതിയുടെ വിധി ഇന്നുണ്ടാകില്ല. രാജ്യാന്തര കായിക തർക്ക പരിഹാര കോടതി നാളെ വിധി പറയും. ഗുസ്തിയിൽ വെള്ളി മെഡലിന് അർഹതയുണ്ടെന്നായിരുന്നു വിനേഷിന്റെ വാദം. വിവരങ്ങളുമായി നിഖിൽ കുമാർ ചേർന്നു. നിഖിൽ, ഈ അപ്പീലിൽ വാദം ഒക്കെ പൂർത്തിയായിരുന്നു. അതിനുശേഷം പാരീസ് ഒളിമ്പിക്സ് അവസാനിക്കുന്നതിന് മുൻപ് ഈ ഹർജിയിൽ തീർപ്പാകും എന്നുള്ളതായിരുന്നല്ലോ കോടതി അറിയിച്ചിരുന്നത്. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ലക്ഷ്മി, അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വ്യക്തത ഇതുവരെ നൽകിയിട്ടില്ല. ഇന്ന് പരിഗണിക്കില്ല ഇന്ന് ഇക്കാര്യത്തിൽ ഒരു ഉത്തരവ് ഉണ്ടാവില്ല എന്ന് മാത്രമാണ്, അതായത് ഒരു വരി വാർത്താക്കുറിപ്പ് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് 100 ഗ്രാം ഭാരം കൂടിയതിന്റെ പേരിൽ ഒളിമ്പിക്സ് ഗുസ്തി മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ വിനീഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ ഇന്ന് വിധി പറയില്ല എന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഇന്ന് വിധിയില്ല. നാളെ 24 മണിക്കൂറിന് ശേഷം നാളെ പാരീസ് സമയം വൈകുന്നേരം 6 മണി, അതായത് ഇന്ത്യൻ സമയം രാത്രി 9:30 ആയിരിക്കും വിധി ഉണ്ടാവുക എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. നേരത്തെ നമുക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ ഈ ഒരു വാദം പൂർത്തിയായതിന് പിന്നാലെ ഇന്നലെ തന്നെ കായിക കോടതിയുടേതായി ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിരുന്നു. അതിൽ പറഞ്ഞത് ഇന്ന് വൈകുന്നേരം, അതായത് ഇന്നലെ വാദം പൂർത്തിയായി 24 മണിക്കൂറിന് ശേഷം ഇന്ന് വൈകുന്നേരം ഈ ഒരു ഉത്തരവ് ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ആ ഒരു ഉത്തരവ് ഉണ്ടാവില്ല. ഇന്ത്യക്ക് മെഡൽ, അതായത് 7ാം മെഡൽ ഉണ്ടാകുമോ, വിനേഷ് ഫോഗട്ടിന് വെള്ളി മെഡൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇന്ന് ഉത്തരവ് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യം. അതായത് ഇന്നലെ തന്നെ ആ ഒരു വാദത്തിൽ വിശദമായ വാദം കേൾക്കലായിരുന്നു കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. 3 മണിക്കൂറോളം നീണ്ട വാദപ്രയോഗത്തിൽ എല്ലാ കക്ഷികളിലും വാദങ്ങൾ ആർബിട്രേറ്റർ അന്നാബൻ ബെനറ്റ് വിശദമായി കേട്ടു. ആദ്യം സ്വന്തം വാദങ്ങൾ വിശദമായി രേഖാമൂലം സമർപ്പിച്ച കക്ഷികൾ പിന്നീട് ആർബിട്രേറ്ററിന് മുന്നിൽ നേരിട്ടും വാദമുഖങ്ങൾ നിരത്തുകയായിരുന്നു. ഫൈനലിൽ ഇറങ്ങേണ്ട ദിവസം രാവിലെ നടത്തിയ ഭാരപരിശോധനയിൽ 100 ഗ്രാം കൂടിപ്പോയി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അധികൃതർ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയത്. ഇക്കാര്യത്തിൽ അധികൃതർ വിശദമായി തന്നെ, അതായത് അയോഗ്യയാക്കിയത് ശരിവെക്കണം എന്ന തരത്തിൽ ആണ് അധികൃതർ വാദമുന്നയിച്ചത്. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഹരീഷ് താൽവെ അടക്കമുള്ള ഇന്ത്യയുടെ മുതിർന്ന അഭിഭാഷകനായ ഹരീഷ് താൽവെ അടക്കമുള്ളവരാണ് വിനീഷ് ഫോഗട്ടിന് വേണ്ടി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് വേണ്ടി ഹാജരായത്. അവർ ഈ ഒരു ഇതിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും അയോഗ്യയാക്കിയ നടപടി പിൻവലിക്കണം, അതായത് വെള്ളി മെഡലിന് അർഹയാണ് എന്ന തരത്തിൽ വാദം അവർ മുന്നോട്ട് വെക്കുന്നു. ഇതിന് ഒപ്പം അവർ ചേർത്ത് പറഞ്ഞ കുറെ കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ ഒരു മത്സരങ്ങൾക്കിടയിൽ ഉള്ള തീരെ ചെറിയ ഇടവേളകൾ ഭാരപരിശോധനയിൽ പരാജയപ്പെടാൻ കാരണമായി എന്ന ഒരു വാദം കൂടി ഹരീഷ് താൽവെ അടക്കമുള്ള അഭിഭാഷകർ ഈ ഒരു കായിക കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ വാദം പൂർത്തിയായി. ഇന്ന് വിധി പറയും പറയാനായി മാറ്റിവെച്ച കേസ് ഇന്ന് വിധി പറയില്ല. 24 മണിക്കൂറിന് ശേഷം നാളെ പാരീസ് സമയം വൈകുന്നേരം 6 മണിയോടുകൂടി വിധി ഉണ്ടാകും. ഇന്ത്യക്ക് 7ാം മെഡൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നാളെ വൈകുന്നേരം ഇന്ത്യൻ സമയം രാത്രി 9:30 അറിയാൻ സാധിക്കും. ലക്ഷ്മി, വിധി പറയുന്നത് ഒരു ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. നിഖിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.